ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ വെക്റ്റർ ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി, എന്താണ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് നോക്കാം. ഒരു സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെലാർ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ള ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം, 5 കിലോ അരി അല്ലെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതിപ്പം നമുക്ക് ആ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ മാസ്, വോളിയം, ഡെൻസിറ്റി ഇതെല്ലാമാണ് സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ടായിരിക്കും, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഒരു ഡയറക്ഷനും ഉണ്ടാവും. അതായത് ഒരാൾ ഈ സ്ഥലത്ത് നിന്ന് ഇന്ന ദൂരം മുന്നോട്ട് പോകുകയാണ് അല്ലെങ്കിൽ പിറകോട്ട് പോകുകയാണ്. അപ്പം മുന്നോട്ട് അല്ലെങ്കിൽ പിറകോട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ എന്തുണ്ടാവും, വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സ്കെലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പറയാം, വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയവയാണ് വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു പൊസിഷൻ വെക്റ്റർ എന്താണെന്ന് അറിയണം. പൊസിഷൻ വെക്റ്റർ. ഇപ്പോൾ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സിസ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് അല്ലേ. ഇവിടെ സ്പേസിൽ ഒരു പോയിന്റ് എടുത്തു, എക്സ് വൈ ഇസഡ്. ഇതാണ് നമ്മുടെ ഒറിജിൻ നമ്മൾ എപ്പോഴും 0 0 0 എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് പി, എക്സ് കോമ വൈ കോമ ഇസഡ് ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർഡിനേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ പോയിന്റിൻ്റെ വെക്റ്റർ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്തു പറയുന്നത്, പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്, വിത്ത് റെഫറൻസ് ടു ദ ഒറിജിൻ. അപ്പോൾ സ്പേസിലുള്ള ഒരു പോയിന്റിൻ്റെ വെക്റ്റർ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്തു പറയുന്നത്, പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഈ പോയിന്റ് ഞാൻ പി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒ പി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആരോ മാർക്ക് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ഡയറക്ഷൻ കാണിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മളത് ഐ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വൈ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്കത് ജെ വെച്ചിട്ട് വൈ ഡയറക്ഷൻ കാണിക്കാൻ പറ്റും. ഇസഡ് ഡയറക്ഷൻ ആണെങ്കിലോ അത് കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒ പി എന്ന് പറയുന്ന നമ്മുടെ പൊസിഷൻ വെക്റ്റർ എങ്ങനെ എഴുതാം, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ, ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്റ്റർ. അതിനെ നമുക്ക് ആർ വെക്റ്റർ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ആരോ മാർക്ക് കൊടുക്കണമോ ക്യാപ്പ് കൊടുക്കണമോ എന്നുള്ള കാര്യം. നോർമലി യൂണിറ്റ് വെക്റ്ററിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്യാപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരോ മാർക്ക് കൊടുത്താൽ മതി. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എടുക്കുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ഏതാണോ അതേ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, യൂണിറ്റ് വെക്റ്റർ കിട്ടുന്നത്. ആ സമയത്താണ് നമ്മൾ നോർമലി ക്യാപ്പ് വെച്ചിട്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പൊസിഷൻ വെക്റ്റർ എന്താണ്, ഒ പി എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ആർ വെക്റ്റർ. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിലാണേലും സെക്കൻഡ് ചാപ്റ്ററിലാണേലും ആർ വെക്റ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അത് നമ്മുടെ പൊസിഷൻ വെക്റ്റർ ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ആ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മുടെ ഫസ്റ്റ്
ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുന്നതാണ്. യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരെന്ത് പറയും? ഫൈൻഡ് ദ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ഓഫ് ദ കർവ് എന്നായിരിക്കും പറയുന്നത്. നമ്മുടെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ dr/dt ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് dr/dt. ഇതാണ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഒരു കാര്യം ആലോചിച്ചേ, നമ്മുടെ ആർ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഇത് xi പ്ലസ് yj പ്ലസ് zk ആണ്. പക്ഷേ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ എഴുതിയപ്പോൾ നമ്മൾ ആർ വെക്റ്ററിനെ ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ അത് പോസിബിൾ ആണോ? കാരണം ആർ വെക്റ്റർ എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും ടേംസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഈ എക്സും വൈയും ഇസഡും ഇൻ ടേംസ് ഓഫ് ടിയിലായിരിക്കും തരുന്നത്. അതെന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ സ്ഥാനത്ത് ടീൻ്റെ ടേംസിൽ എന്താണോ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ വൈ, അതുപോലെ ഇസഡ്. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി മോഡുലസ് ഓഫ് dr/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആർ വെക്റ്ററിൻ്റെ മോഡുലസ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ. അതുപോലെ നമ്മൾ dr/dt കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഐയുടെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ. ഇനി നെക്സ്റ്റ് വൺ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ വി വെക്റ്റർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. വി വെക്റ്റർ എന്ന് പറയുന്നത് dr/dt. വെലോസിറ്റി എന്ന് പറയുന്നത് dr/dt. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക, നമുക്ക് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററാണ് ഞാനിവിടെ എന്ത് എഴുതിയത്? dr/dt ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് dr/dt. നമുക്ക് അടുത്തതായിട്ട് ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഒരു ടാൻജൻറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻറ്റ് വെക്റ്ററിനെ നമുക്ക് ടി ഓഫ് ടി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ ടി ഓഫ് ടി. ഇത് വെക്റ്റർ തന്നെ ആയിരിക്കും dr/dt. ടാൻജൻറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? dr/dt തന്നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ടാൻജൻറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷനും വെലോസിറ്റിയുടെ ഇക്വേഷനും സെയിം ആണല്ലേ. അപ്പോൾ ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? വെലോസിറ്റി വെക്റ്റർ തന്നെയാണ്. അല്ലെങ്കിൽ വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ടാൻജൻറ്റ് വെക്റ്റർ തന്നെയാണ്. അടുത്തതായിട്ട് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ വെക്റ്റർ, സ്മോൾ എ വെക്റ്റർ. ആക്സിലറേഷന് നമുക്ക് d²r/dt² എന്ന് എഴുതാം. d²r/dt² ഓർ dv/dt. എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? d²r/dt² അല്ലെങ്കിൽ dv/dt എന്നെഴുതാം. അപ്പോൾ എങ്ങനെയാണ് dv/dt എന്ന് എഴുതുന്നത് നോക്കാം. നമുക്ക് ആക്സിലറേഷൻ d²r/dt² എന്ന് എഴുതി. ഇതിനെ നമുക്ക് d/dt ഓഫ് dr/dt എന്ന് എഴുതാം. അപ്പോൾ ഈ dr/dt എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വെലോസിറ്റി അല്ലേ. അപ്പോൾ എന്തെഴുതാം? dv/dt. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ നമുക്ക് d²r/dt² എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? dv/dt എന്നും എഴുതാം. ഓക്കെ. അടുത്ത ഫോർത്ത് വൺ, കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. എന്താണ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി? കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയറക്ഷൻ അവർ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡയറക്ഷനിലോട്ടുള്ള വെലോസിറ്റി എത്ര എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്? കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മുടെ വെലോസിറ്റി കണ്ടുപിടിക്കുക ഡോട്ട് എ ക്യാപ്പ് ചെയ്യാം. ഇവിടെ ആക്സിലറേഷനും ഈ എ ക്യാപ്പും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. ആക്സിലറേഷൻ നമ്മുടെ എ വെക്റ്റർ,
ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? എ ക്യാപ് എന്നാണ് കൊടുത്തേക്കുന്നത്. എ ക്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഗിവൺ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് dr/dt എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ എന്നാണ് വരുന്നത്. ഇവിടെ ക്യാപ്പ് വെച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഇവിടെ ഡൗട്ട് വരാണ്ടിരിക്കാൻ ക്യാപ്പ് തന്നെ കൊടുത്താലും മതി. ഓക്കെ, യൂണിറ്റ് ആവുമ്പോൾ ക്യാപ്പ് കൊടുക്കാം. ഇപ്പോൾ എ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഗിവൺ ഡയറക്ഷൻ. ഓക്കെ, അടുത്തതായിട്ട് കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ. അപ്പോൾ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്സിലറേഷൻ ഡോട്ട് എ ക്യാപ്പ്. അപ്പോൾ എ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഗിവൺ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ 5 ഇക്വേഷനായി.